ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന വെഗേന്റെ ഹെൽമെറ്റ്. അപ്പോൾ ഇത് വന്നിട്ട് ഏകദേശം ഒരു 4-5 വർഷത്തോളം പഴക്കമുണ്ട്. അപ്പോൾ ഇതൊരു പ്ലെയിൻ ബ്ലാക്ക് ആണ്. ഇതിന്റെ മുകളിൽ നമ്മൾ സ്പ്രേ പെയിന്റ് എല്ലാം ചെയ്താണ്, ജസ്റ്റ് പ്ലെയിൻ ബ്ലാക്ക് അടിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നല്ലൊരു മെറ്റാലിക് PU പെയിന്റിൽ മെറ്റാലിക് ഫിനിഷിൽ നല്ല ക്ലിയർ അടിച്ചിട്ട് പുതിയൊരു ഹെൽമെറ്റ് പോലെ ആക്കി മാറ്റാൻ പോക്കാം ഈ ഹെൽമെറ്റിനെ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇല്ല ഊരിക്കോ. ഇല്ലടാ കറക്റ്റാ. ഇല്ല ആ നമ്മളപ്പം ഹെൽമെറ്റ് മൊത്തത്തിൽ ഡിസസംബിൾ ചെയ്തിട്ട് ഓരോ പാർട്ടായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് സാൻഡ് ചെയ്തിട്ട് ഓട്ടോമോട്ടീവ് പ്രൈമർ ഇട്ടിട്ട് ഫസ്റ്റ് കോട്ട് കൊടുക്കുക ചെയ്യാം. എന്നിട്ട് ആ പ്രൈമർ നമ്മൾ സാൻഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ മെറ്റാലിക് ബേസ് കോട്ട് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ക്ലിയർ കോട്ട് അടിക്കുക ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ പെയിൻറ്റിങ് പ്രോസസ്സ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് 180 സാൻഡ് പേപ്പർ നമ്മൾ 180 സാൻഡ് പേപ്പർ വെച്ചിട്ട് ഇതെല്ലാം റഫ് സാൻഡ് ചെയ്യും. അതിൻ്റെ ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ചൊരു കട്ടിക്ക് തന്നെ നമ്മൾ പ്രൈമർ അടിക്കും. അപ്പോൾ നമുക്ക് സാൻഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ സാൻഡ് ചെയ്തിട്ട് തിന്നർ ഇട്ടിട്ട് നമ്മൾ ക്ലീൻ ആക്കി. പിന്നെ ഈ ഏരിയയിൽ നമ്മൾ മാസ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊന്നും നമുക്ക് പെയിന്റ് വേണ്ട, അതുകൊണ്ട് നമ്മൾ ഇവിടെ മാസ്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലുള്ള പേപ്പർ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ സ്റ്റാൻഡിന്റെ മുകളിൽ ഇതിനെ വെച്ചിട്ട് നമ്മൾ പ്രൈമർ അടിക്കാനാണ് പോകുന്നത്. അപ്പം നമ്മൾ ഈ പെയിന്റിന്റെ കണ്ണും കംപ്രസറിലും വാടക എടുത്തതാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വാടക എടുക്കുന്ന ഒരു സ്ഥലമുണ്ട്, നല്ലൊരു ഷോപ്പാണ്. അപ്പോൾ അവിടെ നല്ല ക്വാളിറ്റിയിൽ നല്ല വർക്കിംഗ് കണ്ടീഷനിലുള്ള നല്ല സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആ കടയിലെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പം ഇതിനകത്ത് കുറച്ച് തിന്നർ ഒഴിച്ചിട്ട് ഇതൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഇതിൻ്റെ പാറ്റേണും എയറെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച് പ്രൈമർ അടിച്ചിട്ട് പ്രൈമറിയിൽ ഇട്ടിട്ടാകുമ്പോൾ നമ്മൾ രണ്ടിനും ഇതിനും ഈ കാണുന്ന ഈ പാർട്സിനും പിന്നെ അവിടെ നമ്മൾ വെച്ച ഹെൽമെറ്റിന് നമ്മൾ പ്രൈമർ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ട് പ്രൈമർ അടിച്ചു. അപ്പോൾ ഇത് നമ്മൾ 400-ൻ്റെ വാട്ടർ പേപ്പർ വെച്ച് സാൻഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ മെറ്റാലിക് പെയിൻ്റ് അടിക്കുന്നതായിരിക്കും. ആ
PU പെയിന്റ് അടിക്കുമ്പോൾ നമ്മളെപ്പോഴും അതിന് വേണ്ടുന്ന കറക്റ്റ് പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തിട്ട് അടിക്കുക. PU പെയിന്റ് ഹാംഫുൾ ആണ്. അപ്പോൾ കറക്റ്റ് പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ അടിക്കാവും. ഒരു മിനിറ്റ്. എടാ കാറ്റ് എങ്ങോട്ട് അടിക്കുന്നത്? അങ്ങോട്ടല്ലേ, ഇങ്ങോട്ട് വരില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ ഹെൽമെറ്റിന് ക്ലിയർ അടിച്ച് കഴിഞ്ഞ് പൊടിയാവാത്തതുകൊണ്ട് നമ്മൾ ഹെൽമെറ്റിന് ക്ലിയർ അടിച്ചിട്ടുണ്ട്. പൊടിയാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അകത്തെടുത്ത് വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ലൈറ്റിങ്ങിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള പാർട്ട് നമ്മൾ അടിച്ച് നല്ല വൃത്തിക്ക് തന്നെ വന്നിട്ടുണ്ട്. നല്ല ഷൈനിങ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു 12 മണിക്കൂർ ഉണങ്ങിയിട്ട് നാളെ നമ്മൾ വന്ന് നോക്കുന്നതായിരിക്കും. അതിൻ്റെ നാളെ ടച്ച് ഡ്രൈ ആവുന്നത് ഉള്ളത്. അതുപോലെ തന്നെ ക്ലിയർ എടുത്ത് കുറച്ച് അധികമാണ്. അപ്പം കുറച്ച് ബാലൻസ് വന്ന ക്ലിയർ നമ്മുടെ അടുക്കുള്ള വേറെ ഹെൽമെറ്റിന് വർക്കൊന്നും ചെയ്യാണ്ട് ഡയറക്റ്റ് ആ ഹെൽമെറ്റിൻ്റെ മുകളിൽ അങ്ങനെ തന്നെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മാറ്റ് ഫിനിഷുള്ള ഹെൽമെറ്റ് ചെയ്യുന്ന ഇപ്പോൾ ഒരു ഗ്ലോസി ലുക്കിൽ വന്നിട്ടുണ്ട്. നമ്മളിന്ന് 2ാമത്തെ ദിവസം നമ്മൾ പെയിൻ്റ് അടിയെല്ലാം കഴിഞ്ഞു. പെയിൻ്റ് അടി കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ ഡ്രൈ ആകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും നല്ല ക്ലിയർ ഗ്ലോസി ഫിനിഷിൽ വന്നിട്ടുണ്ട്. മെറ്റാലിക് ബ്ലാക്ക് ആണ് എല്ലാ പാർട്ടും. അതുപോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഹെൽമെറ്റും നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടും നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട്. വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പം ഇതിൻ്റെ ക്ലോസപ്പ് ഷോട്ട് ഞാൻ വേറെ ഇടുന്നതായിരിക്കും. ഒരു ഷോർട്ട് വീഡിയോ പോലെ യൂട്യൂബ് ഷോർട്ടായിട്ട് നമ്മളിടും. അപ്പോൾ ഇനി നമുക്കിത് അസംബിൾ ചെയ്യാം. നമ്മൾ ഹെൽമെറ്റ് അസംബിൾ ചെയ്യാനാണ് പോകുന്നത്.
നമ്മൾ അസംബ്ലി കഴിഞ്ഞിട്ടുണ്ട്. നിവേദ ഇപ്പോൾ ഹെൽമെറ്റ് ഇട്ട് കാണിക്കും. ഒരു മിനിറ്റ് അങ്ങനത്തെ ഹെൽമെറ്റ് നമ്മൾ പഴയ ഹെൽമെറ്റ് നല്ല പുതിയ ഹെൽമെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഷൈനിങ് ക്യാമറയിൽ കാണാൻ പറ്റും. നല്ല ഗ്ലോസിയാണ്. നമ്മളെ ഹെൽമെറ്റിൻ്റെ റീസ്റ്റോറേഷൻ വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ മുകളിൽ അതായത് ഗ്രാഫിക്സ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതുപോലത്തെ പഴയ ഹെൽമെറ്റിൻ്റെ മുകളിൽ ഗ്രാഫിക്സ് വർക്ക് ചെയ്തിട്ട് പുതിയ ഹെൽമെറ്റായി റീസ്റ്റോർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസിനോട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ കൂടുതൽ വെറൈറ്റി കണ്ടന്റുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.